അപ്പോൾ ഷിയേഴ്സ്. സംഗതി ഉണ്ടല്ലോ, ഇന്ന് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ്, അതായത് വൈകുന്നേരം ഒരു 4:30-5 മണി സമയമാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായത്, ഒരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് വീണ്ടും ഒരു ബോധോദയം ഉണ്ടായി, കുറച്ച് റീൽസ് എടുത്താലോ. അപ്പോൾ റീൽസ് എടുക്കാനുള്ള സംഭവമാണ് ഈ ഇരിക്കുന്നത്. അങ്ങനെ റീൽസും ഒക്കെ എടുത്ത് 2-3 റീൽസ് എടുത്ത്, ഒന്നുമില്ല, ഡബ് സ്മാഷ് അല്ലേ, അതിനെന്താ പറയുന്നത്, അങ്ങനെയല്ലേ പറയുന്നത്, പാട്ടിനനുസരിച്ച് ചുണ്ടിട്ടനക്കുക എന്നുള്ള സെറ്റപ്പ്. കുറച്ചൊക്കെ ഫീൽ കൂടെ കൊടുക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. ഐ ഡോണ്ട് നോ എത്രത്തോളം ഫീലൊക്കെ ഉണ്ടെന്നൊന്നും. അപ്പോൾ ഈ ഒരു സാധനമായിരുന്നു ഞാനിപ്പോൾ ഇന്ന് ചെയ്തത് കേട്ടോ. ഇത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ 5 മണി അല്ലെങ്കിൽ ഒരു 4:30-5 മണി ഈ ഒരു സമയത്താണ് ഞാനിപ്പോൾ ഇത് എടുത്ത് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുവരെയും എന്തായിരുന്നു എന്ന് വെച്ചാൽ റൂം ക്ലീനിങ് ഉണ്ടായിരുന്നു. റൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അതല്ലായിരുന്നു മൊത്തം ഉള്ളത്. അതൊരു അരമണിക്കൂറോ 1 മണിക്കൂറോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ഏതോ 1-2 പടങ്ങളൊക്കെ ഇറങ്ങിയത് കണ്ട് അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ സമയം പോയി. അപ്പോൾ രാവിലെ തൊട്ടേ ആലോചിക്കുന്നത്, എന്നാൽ പിന്നെ നമുക്കൊരു വ്ലോഗ് എടുത്ത് വെച്ചാൽ അടുത്ത ആഴ്ചത്തേക്ക് വരണമെങ്കിലും ഇടാലോ എന്ന് കരുതി. പക്ഷെ അത് കരുതിയതേ ഉള്ളൂ, ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു നഗ്നസത്യം. അപ്പോൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഇന്നലെ ഞാൻ നോക്കിയിട്ട് ഞാൻ എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് ഒക്കെ ഒരു നൊസ്റ്റയോ അങ്ങനെ എന്തോ പറയണേ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മകളൊക്കെ വരും, പലർക്കും വരും, എല്ലാവർക്കും വരും. ഈ രാവിലെയൊക്കെ, അതായത് നാട്ടിലായിരുന്നപ്പോൾ രാവിലെയൊക്കെ ഒന്നുമില്ല കേട്ടോ, ഇത് വല്ലപ്പോഴും ഉള്ളൊരു സംഭവമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുട്ടോ ദോശയോ ഇഡ്ഡലിയോ അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷേ ഇതൊന്നും അല്ലാതെ വേറൊരു സാധനമുണ്ട്, അമ്മയുടെ വക ഒരു സ്പെഷ്യൽ. അത് സ്പെഷ്യലെന്ന് പറഞ്ഞാൽ, അന്നിപ്പോൾ രാവിലെ നമുക്ക് രാവിലെ ഉച്ചക്കത്തേക്കുള്ള ഈ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നൊരു ടൈമായിരിക്കും കേട്ടോ. അത് രാവിലെ തന്നെ അതൊക്കെ മേടിച്ചുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് നിൽക്കുമ്പോൾ അതിപ്പോൾ ഈ നല്ല ചാളയുണ്ട്, ചാടത്ത് മത്തി എന്ന് പറയും. ബട്ട് പരന്നിരിക്കുന്ന മത്തിയല്ല, ഉരുണ്ടിരിക്കുന്ന ചാളയെന്നാണ് നമ്മുടെ അവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ചാള നല്ല പോലെ വാഷ് ചെയ്ത് വൃത്തിയാക്കി അതിന് വേണ്ടുന്ന ചേരുവകളൊക്കെ ചേർത്തിട്ട് വറക്കും. സത്യം പറഞ്ഞപ്പോൾ ഉണ്ട് നാവി വെള്ളം ഊറുക. കാരണം അത് വറക്കുമ്പോൾ അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ സാധനം. അതിങ്ങനെ വറുത്ത് നല്ല ചൂടോടെ കൊണ്ടുവന്ന് ടേബിളിലോട്ട് വെക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു കുടുവൻ നിറ പഴങ്കഞ്ഞിയിൽ തലേന്നത്തെ രസം ഒഴിക്കും. തലേന്ന് നമ്മൾ വെച്ചിരുന്ന രസം കാണും, അതൊഴിക്കും. അതുപോലെ ചിലപ്പോൾ ഒരു ഉണ്ടമുളകുണ്ട്, ഈ മണമുള്ള മുളകെന്നൊക്കെ പറയും. അതും നിങ്ങൾ പലയിടത്തും പല രീതിയിലായിരിക്കും പറയുന്നത്. അപ്പോൾ ആ സാധനവും കൂടെ ഇട്ട് ഞെവിടി, ചിലപ്പോൾ ചക്കയോ അല്ലെങ്കിൽ ചീനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണും. പിന്നെ അച്ചാർ, ഈ മുളക് കൊണ്ടാട്ടം എന്ന് പറയും, അല്ലെങ്കിൽ മുളക് വറുത്തതെന്ന് പറയും. തൈരൊക്കെ ഇട്ട് മുളകുണ്ടല്ലോ, അത് വറുത്തത്. ചിലപ്പോൾ ഒരു പപ്പടവും വയ്ക്കും, അല്ലെങ്കിൽ ഒരു ചമ്മന്തിയും കാണും. ഇച്ചിരി 3-4 കൂട്ടം കറി എന്തായാലും കാണും. അതെല്ലാം ചൂട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കൊണ്ടുവയ്ക്കും. പഴങ്കഞ്ഞി മാത്രം ഇങ്ങനെ ഇരിക്കും. ആ പഴങ്കഞ്ഞിയിലോട്ട് രസം, ഉപ്പും ഇച്ചിരി മറ്റേ ആ മുളകും എല്ലാം കൂടെയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. രാവിലെ അതൊന്ന് കുടിച്ച്, അതായത് ആ പഴങ്കഞ്ഞിയിലെ ചോറെല്ലാം നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് അതിൽ ബാലൻസ് വെള്ളം ഇങ്ങനെ കിടക്കുമല്ലോ, അതാ രസമൊഴിച്ച വെള്ളമായിരിക്കും. എൻ്റെ മോനെ, അതും കൂടെ അങ്ങോട്ട് കുടിച്ചിട്ട് ആ വറുത്ത മീനും എല്ലാം കൂട്ടിയാണ് കഴിച്ചത്. ഒരു ടേസ്റ്റാണെന്നറിയോ. ഇതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന ഈ വയറിനകത്തൊക്കെ ഒരു കുളിരാണ്, ഒരുമാതിരി തണുപ്പാണ് എപ്പോഴും. പിന്നെ അങ്ങോട്ടൊരു വല്ലാത്ത എനർജിയാണ്. പിന്നെ നമ്മൾ അന്ന് ആ സമയത്ത് കേട്ടോ, പഠിക്കുന്ന സമയത്തൊക്കെയാണെന്ന് തോന്നുന്നു. അന്നൊക്കെ ഈ പറയും പോലെ ഇതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഓടുന്ന ഗ്രൗണ്ടിലോട്ടൊക്കെ, അല്ലെങ്കിൽ വയലിലോട്ട്, അല്ലെങ്കിൽ ഇടവഴിയിൽ, നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് അകത്തോട്ടുള്ളൊരു ഇടവഴി ഉണ്ട്, അവിടെ ക്രിക്കറ്റ് കളിക്കും. അതിനായി ഓടുന്ന അങ്ങനെ പോയി ഉച്ച വരെ കിടന്ന് പിന്നെ മരിച്ച് ക്രിക്കറ്റ് കളിയാണ്. വയലിലായാലും ഇവിടെയായാലും അവിടെ കിടന്ന് കളിച്ചിട്ടൊക്കെ തിരിച്ചു വരുന്ന ഉച്ചയ്ക്ക് ഒരു സമയമാവും, ചിലപ്പോൾ 2 മണി 2:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും എല്ലാം ചോറ് റെഡി ആയിരിക്കും. ചോറൊക്കെ കഴിച്ച് വയറ് നിറച്ചങ്ങോട്ട് കഴിക്കുക. അടുത്ത ട്രിപ്പ് ഓടുക, വീണ്ടും പോകും. 3-3:30 നമ്മൾ വീണ്ടും വയലിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടവഴിയിലോ ഹാജരാകും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി. എന്നിട്ട് വീണ്ടും എല്ലാവരും കൂടെ ചേർന്ന് ക്രിക്കറ്റിൽ പിന്നെ ഒരു 6:30-7 മണി ഇരുട്ട് വീഴണം കളി നിർത്തണമെങ്കിൽ. അത്ര നേരം വരെ കളിക്കും. അങ്ങനെ കളിച്ചിട്ട് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു.
ഓഹ് അടിപൊളിയായിരുന്നു അത്. ഞാൻ ഇന്നോ ഇന്നലെയൊക്കെ ആയിട്ട് എപ്പോഴൊക്കെയോ ഇങ്ങനെ അമ്മ പഴങ്കഞ്ഞി രാവിലെ തരുന്നതും ഒക്കെ ഇങ്ങനെ ഓർത്ത് കേട്ടോ. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം നാട്ടിൽ ചെന്നാലും ആദ്യം അമ്മേൻ്റെ അടുത്ത് പറയേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്: അമ്മ, ഞാൻ എവിടെ നിന്നായാലും പോയി ഞാൻ ചാള മേടിച്ചുകൊണ്ട് വരും, അത് വറുത്ത് എനിക്ക് രാവിലെ ആ പഴങ്കഞ്ഞി അതൊന്ന് കിട്ടണം. അതൊക്കെ കുടിച്ചാണ്ടല്ലോ എന്തൊരു എനർജറ്റിക് ആയിരുന്നു, എന്തൊരു ആരോഗ്യമായിരുന്നു. എനിക്കറിയില്ല ഇനി ഇപ്പോഴത്തെ നിയമങ്ങൾ വെച്ചിട്ട് ഈ പറയുന്ന സാധനങ്ങളൊന്നും കഴിച്ചാൽ ഒരു തുള്ളി ആരോഗ്യവും കിട്ടത്തില്ലെന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, എന്തെങ്കിലും ആവട്ടെ. പക്ഷെ അന്ന് കിട്ടുമായിരുന്നു കേട്ടോ, നല്ല ആരോഗ്യം കിട്ടുമായിരുന്നു. സ്ട്രോങ് ആയിരുന്നു, സ്റ്റാമിന ആയിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വയലേക്ക് കിടന്ന് കളിച്ചാലും നമുക്കൊന്നും ഒരു ക്ഷീണവും ഇല്ലായിരുന്നു, ഓടിച്ചാടി പറന്ന് നിൽക്കുമായിരുന്നു. പിന്നെ ഈ ഓട്ടം ചാട്ടമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ശരീരം വ്യായാമമുണ്ട്, അതുകൊണ്ടും കൂടെയൊക്കെ ആയിരിക്കാം. എനിവേ സൂപ്പറായിരുന്നു. ആ ഒരു കാലമൊന്നും ഇനി തിരിച്ച് വരത്തില്ല, അല്ലയോ. എല്ലാം പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരുമാതിരി ഇപ്പം ഭയങ്കര ചൂടാണ് ഇവിടെ. അതാ ബാൽക്കണിയിൽ നിന്നാൽ ഉണ്ടോ വിയർത്ത് കുളിക്കുക. ഇപ്പം അതെന്താ ഇപ്പം ഇങ്ങനെ ഓർക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രീ കിട്ടിയാലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോഴായാൽ പോലും ആ ഒരു പഴയ ഓർമ്മകൾ പറയാനാണ് കൂടുതൽ താല്പര്യം തോന്നുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇനിയിപ്പോൾ ഒരു ഡിസംബറിൽ നാട്ടിൽ ചെല്ലുമ്പോൾ ആദ്യം എത്ര ദിവസം വീട്ടിലുണ്ടോ ആ ദിവസം മൊത്തം എനിക്ക് ഈ ഒരു സാധനം കഴിക്കണം, പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച്. എന്നുവെച്ച് ബാക്കി പുട്ടും കടല അല്ലെങ്കിൽ അപ്പോൾ ഇതൊന്നും കഴിക്കത്തില്ല എന്നല്ല, ചിലപ്പോൾ അതും കഴിക്കും. ബട്ട് ഇടയ്ക്കെങ്കിലുമൊക്കെ ഈ പഴങ്കഞ്ഞിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒന്ന് കുടിക്കണം. ഭയങ്കര ഒരു മോഹം. അത് ഈ അച്ചാറെന്ന് പറഞ്ഞാൽ നല്ല മാങ്ങ അച്ചാർ, അമ്മ ഇടും മാങ്ങ അച്ചാർ കേട്ടോ. അതായത് തലേ ദിവസം ഇടുന്നതൊക്കെ തന്നെ പിറ്റേ ദിവസം എടുത്ത് എന്തൊരു രുചിയാണെന്നറിയോ അതിന്. എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, അത്ര അടിപൊളിയായിട്ടിടും അമ്മ. പിന്നെ ഞാനിപ്പോൾ റീൽസ് എടുത്തെന്ന് പറഞ്ഞല്ലോ, റീൽസ് എടുക്കുന്നതിന് എനിക്കൊരു അബദ്ധം പറ്റി. അറിയാതെ അല്ല, ഒരു ഫിൽറ്റർ ഞാൻ അത് യൂസ് ചെയ്ത്, അപ്പോൾ കുറച്ചുകൂടെ നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നു. ആ ഒരു ഫിൽറ്റർ യൂസ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ ഒരു പ്രശ്നം പറ്റി. ഒരുമാതിരി അങ്ങ് അരോചകമായിട്ട് വൈറ്റ് ആയോ എന്നൊരു ഡൗട്ട്. അത് എനിക്കാണെങ്കിൽ പിന്നെ അങ്ങോട്ട് അത് ചെയ്തു നോക്കാനും തോന്നുന്നില്ല. ഞാൻ എന്തുമായാലും അത് എടുത്തു വെച്ചിട്ടുണ്ട്. മിക്കവാറും ഞാനത് എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കയറ്റിയിട്ട് ഈ ഭയങ്കര ബ്രൈറ്റായിട്ടിരിക്കുന്നതിനെ അങ്ങ് വെട്ടിക്കുറയ്ക്കും. പറ്റുമോ നോക്കണം അങ്ങനെ. ഭയങ്കര അരോചകമായൊരു ഫിൽറ്ററായിപ്പോൾ. ഇപ്പം മുമ്പൊരു ഫിൽറ്റർ യൂസ് ചെയ്യായിരുന്നു, ഒരു മര്യാദയുള്ള ഫിൽറ്റർ. അതെന്ന് എന്താ വെച്ചാൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ഇച്ചിരി വെളിച്ചം കൂട്ടത്തേ ഉള്ളൂ, അങ്ങ് ഒരുമാതിരി ഭയങ്കര കളർ കൂട്ടുന്നതല്ല. ഒരു ഇരുണ്ട വീഡിയോ ആണെങ്കിലും അതിനൊരു ഇച്ചിരി കൂടെ ഇരുണ്ട മീൻസ് നമുക്ക് ലൈറ്റ് അത്ര പ്രോപ്പർ അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് വരുന്ന കണക്കത്തൊരു ഫിൽറ്റർ. അതിൻ്റെ പേര് ഞാൻ മറന്നു തന്നെ, ഇപ്പോൾ അത് കാണുന്നില്ല. ഇന്ന് കിട്ടിയ ഒരു ഫിൽറ്റർ ഇട്ടപ്പോൾ ഉണ്ട് അതങ്ങ് നമ്മളങ്ങ് ഭയങ്കര വെളുവിളാന്നങ്ങ് ആയിപ്പോയി. എന്തോ ഇപ്പോൾ ചെയ്യുന്നു. പോട്ടെ. ഇനിയിപ്പം അടുത്ത റീൽ എപ്പോഴെങ്കിലും എടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും വലിയ ഫിൽറ്റർ വേണ്ട, മാങ്ങാത്തൊലി നമുക്ക് ഇതിനകത്ത് എടുക്കാം. ഈ ഒരു ക്യാമറയ്ക്കകത്ത് ഇനി തൊട്ട് ഞാനും വിചാരിക്കുന്നു റീൽസൊക്കെ ഇതിലെടുക്കാം. റീൽസ് എനിക്ക് കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ട്. നമുക്ക് കുറച്ച് ആളൊക്കെ വേണം, നാട്ടിൽ ചെന്നിട്ട് വേണം. അങ്ങനെയൊക്കെ ആരെങ്കിലും കിട്ടുമോ എന്തോ എനിക്കറിയാൻ പാടില്ല. നല്ല ക്രിയേറ്റീവായിട്ട് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മളൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ആ ഐഡിയ നമുക്ക് നല്ലപോലെ ആക്കിയെടുക്കാൻ പാകത്തിനുള്ള ആളുകൾ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് അടിപൊളി വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പിള്ളേരൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ല, എനിക്ക് ഭയങ്കര കൊതി തോന്നും. പിള്ളേരൊക്കെ ഓരോ വീഡിയോ ചെയ്യുന്നു, പിള്ളേരായാലും ആരായാലും നല്ല രീതിയിലുള്ള ഒരു ക്രിയേറ്റിവിറ്റികൾ അവർ ചെയ്ത് വെക്കുന്നതും ആ ഒരു ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഈവൻ ഒരു റീലിന് വേണ്ടിയൊക്കെ അവർ സ്പെൻഡ് ചെയ്യുന്ന സമയമായാലും പൈസ ആയാലും ഒക്കെ കാണണം. അപ്പോൾ പൈസയൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല, അത് വേറെ കാര്യം. സമയം സ്പെൻഡ് ചെയ്യാം, അത് സമയം ഇല്ല, ഉള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത് നല്ല രീതിയിലൊക്കെ ആയി എന്തെങ്കിലുമൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവർക്കും ഉള്ള പോലെ ആ ഒരു രീതിയിൽ അങ്ങനെ ആരെങ്കിലും പക്ഷെ വേണം. അത് ഈ വലിയ ഈഗോയും വലിയ എന്താ പറയുക ഒരുമാതിരി തൊലിഞ്ഞ സ്വഭാവം ഇല്ലാത്ത ആൾക്കാരെയൊക്കെ കിട്ടിയാലേ കാര്യമുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയണം. അറിഞ്ഞിട്ടതൊക്കെ ഉണ്ടെങ്കിൽ സെറ്റപ്പ് ആക്കാമായിരുന്നു, അടിപൊളിയാക്കാമായിരുന്നു. ഇന്നലെ ഇവിടെ കുറച്ച് ശ്രീലങ്കക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ, ആ ഭാഗത്തായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവരുടെ എന്തോ ഫെസ്റ്റിവലോ അങ്ങനെ എന്തോ ആയിരുന്നെന്ന് തോന്നുന്നു. ആ കാണുന്ന സ്ഥലം കണ്ടോ, അവിടെ കുറച്ച് തോരണങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ. ഈ ഒരു ബിൽഡിങ്, ഞാൻ ഈ സ്ക്വയർ വരയ്ക്കുന്ന ബിൽഡിങ്, ആ റോസ് കളർ കാണുന്ന ആ ചെറിയൊരു ബിൽഡിങ്, ആ 2 നില, ആ ബിൽഡിങ്ങിൽ മൊത്തം ശ്രീലങ്കക്കാരാണ്. അപ്പോൾ അവരിന്നലെ അവിടെ എന്തൊക്കെയോ പരിപാടികളുണ്ടായിരുന്നു, അവരുടെ എന്തോ ആഘോഷമായിരുന്നു. കണ്ടോ, ഉണ്ടല്ലേ ആ ബിൽഡിങ്, ദാണ്ട് ഈ ബിൽഡിങ്, എന്തോ ആഘോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടായിരുന്നു അവിടെ അവരുടെ എന്തോ ഫങ്ഷനിങ്ങോ എന്തോ ഒന്ന് കാണിച്ചു. അവരെന്തൊക്കെയോ അറിയില്ല, എന്തൊക്കെ ഫുഡ് ഐറ്റംസും ഒക്കെ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്.
ഫുഡിൻ്റെ കാര്യം പറഞ്ഞ് വേറൊന്നും കൊണ്ടല്ല, വേണമെങ്കിൽ നൈസായിട്ട് പോയി കഴിക്കായിരുന്നു, പിന്നെ പോട്ട് അത് ശരിയല്ല. പോയില്ല, പോയായിരുന്നാണെങ്കിൽ. അപ്പം അങ്ങനെ ഒരു ഞായറും അങ്ങ് കടന്നു പോവുക. ഇന്നിപ്പോൾ തീരും. പിന്നെ വേറൊരു കാര്യമുണ്ടേ, ഈ മാസം ഞങ്ങൾക്ക് എന്താണ്ടോ 3 ദിവസം 4 ദിവസം കണ്ട് അവധി വരുന്നുണ്ട്, ഹോളിഡേ. അതായത് ഇവിടുത്തെ ഗവൺമെൻറ് പറയുന്നതാണോ എന്തോ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണിക്കുന്നത് 26 തൊട്ട് 29 വരെയാണെന്നാണ്. 26 24 എന്തോ ഒരു 6 ദിവസം കൊണ്ടാണ് അവർ പറയുന്നത് കണക്ക്. നമുക്കറിയില്ല, പക്ഷെ നമുക്കൊരു 2 അല്ലെങ്കിൽ 3 ദിവസമൊക്കെ കിട്ടും ചിലപ്പോൾ. എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടാൻ സാധ്യത ഒരു വ്യാഴാഴ്ചയൊക്കെ ആയിരിക്കും. വ്യാഴം, വെള്ളി, ശനി, ഞായർ, അങ്ങനെ 4 ദിവസം കണ്ടിന്യൂസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു ഈ മാസം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഹാപ്പി ഉണ്ട്. ഹാപ്പി എന്ത്, ഫ്രീ ആയിട്ട് നിന്നാലും ഈ ഒരു അവധി കിട്ടിയാലും ഒരു കാര്യവും ഇല്ല. അതാ ഇങ്ങനെ വെറുതെ കുത്തി ഈ റൂമിനകത്തിരിക്കും എന്നല്ലാതെ യാതൊന്നുമില്ല. ഞാനൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാലേ, അധികം പൈസ ഇവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്യണ്ട എന്ന് കരുതി അങ്ങനെ നിൽക്കുന്നതാണ്, വേറൊന്നുമല്ല. പോയി കാണാൻ പറ്റിയ എനിക്കില്ല കേട്ടോ, ഞാൻ ഇനി എപ്പോഴും പറയുന്നില്ല, അത് വിടും. ഇനിയിപ്പോൾ പോയി ചായ ഒന്ന് കുടിക്കണമെന്നുണ്ട്, ചായയോ, പക്ഷെ അത് നിർത്തി വെച്ചേക്കുന്നതുകൊണ്ട് അതും പോകുന്നില്ല. നിൽക്കാം. ഇനിയിപ്പോൾ രാത്രിയിലെ ഫുഡ്, രാത്രിയിലൊക്കെ ഞാനിപ്പോൾ ഓട്സും പയറോ പുഴുങ്ങിയതോ അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അതൊക്കെ കഴിക്കാം, അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇന്നുവരെ പ്രശ്നമൊന്നുമില്ല. നാളെ എന്താവുമെന്ന് അറിയത്തില്ല. ലെറ്റ്സ് സീ അല്ലേ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഈ ആളുകൾ ഉള്ളപ്പോൾ സംസാരിക്കാൻ ഒരു ഫ്ലുവൻസി അത് വരില്ല, ഫ്ലുവൻ്റായിട്ട് പറയാൻ പറ്റില്ല ഒന്നും. ഒരു ഒഴുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള കാര്യമൊക്കെ, അതൊക്കെ കൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു സ്ഥലം ചൂസ് ചെയ്യുക. ഈ ഒരു സ്ഥലത്തിന് പ്രശ്നമൊന്നുമില്ല, എനിക്ക് പറയാനുള്ള എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നതും, അല്ല മറ്റാരുടെയും കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങനെയൊക്കെ പോവാം. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വന്നിങ്ങനെ നിൽക്കുകയായിരുന്നു, ഈ അടുക്കളയുടെ അവിടെ ഉള്ള ബാൽക്കണിയാണിത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അകത്തേക്ക് പോവാം. ഇതൊക്കെ പോയാലേ ഓക്കെ. ഇവിടെ എല്ലാം ക്ലീനിങ് ആയിരുന്നു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഹെഡ്സെറ്റൊക്കെ ചാർജായി, അതൊക്കെ ഇങ്ങനെ എടുക്കട്ടെ. ഫോണ് കുറച്ച് നേരം ചാർജ് ചെയ്യാൻ ഇട്ടേക്കാം. ഒരു സിനിമ കുറച്ച് നേരം കണ്ടു, ഇനി ബാക്കി കാണാനുണ്ടത്, അത് കാണണം. വേറെ എന്താ, ഇത് കണ്ടോ ഞാൻ കിടക്കുന്ന സ്ഥലത്താണ്, സൈഡിൽ തന്നെ ഇതെല്ലാം വെച്ചേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രൈപോഡ്, മൊബൈലും അതുപോലെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ക്യാമറയൊക്കെ കണക്ട് ചെയ്യുക അതിൽ. ഡിജിറ്റൽ ക്യാമറ, മറ്റേ DSLR ക്യാമറയോ അങ്ങനെ എന്ത് വേണേൽ കണക്ട് ചെയ്യാം. ഇത് മൊബൈല്, ഇത് ഈ ക്യാമറ, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ക്യാമറയുടെ പൗച്ച്, ഇതെൻ്റെ ഹെഡ്സെറ്റ്. ഇത് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന ക്യാമറയുടെ തന്നെ ഒരു കവറാണ്, പ്രൊട്ടക്ഷൻ കവർ. പിന്നെ ഇതും ഒരു ഹെഡ്സെറ്റ്, ഇത് മറ്റേ JBLൻ്റെ ഒരു ഹെഡ്സെറ്റ്. ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ ഐറ്റംസ്. ഇത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്, പാട്ടൊക്കെ കേട്ട് സിനിമയൊക്കെ കണ്ട്. പിന്നെന്താ, എൻ്റെ മുഖത്തെന്താ ഈ വരയെന്നറിയോ, ആരും വെട്ടിയതല്ല കേട്ടോ. ഇവിടെ നിന്ന് വെയിലിങ്ങനെ അടിക്കുന്നുണ്ട് ഒരു ഗ്യാപ്പിൽ കൂടെ. അപ്പം അങ്ങനെ സൺഡേ ഇങ്ങനെ അങ്ങ് പോവും, ഇങ്ങനെ അങ്ങ് തീരും ഗൈസ്. എന്ത് ചെയ്യും, ഭയങ്കര പ്രൊഡക്റ്റീവ് ആക്കണം, മാങ്ങയാക്കണം, തേങ്ങയാക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കും, പക്ഷേ ഒന്നും നടക്കൂല. ഞാനിങ്ങനെ കിടന്ന കേട്ടോ. സംഭവമേ, ഞാൻ വിചാരിച്ച് എന്തായാലും വെളിയിലോട്ട് പോകുന്നില്ല ചായ ഇടാനൊന്നും, ചായ കുടിക്കാനൊന്നും. ഞാൻ വിചാരിച്ചെന്നൊരു ചെറിയൊരു സുലൈമാനി ഇട്ടങ്ങ് കുടിച്ചാലോ. തിളയ്ക്കുന്നു. ഓക്കെ, മതി. ഇനി ഞാൻ അടുപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ലെൻസിൽ പുക പിടിക്കുമോ അല്ലെങ്കിൽ ലെൻസ് കേടാവോ എന്തെങ്കിലും ചെയ്താലോ, ചൂടല്ലേ. നമുക്ക് വേറെ ക്യാമറയൊന്നും ഇല്ലല്ലോ. ഓക്കെ, എനിവേ, അപ്പോൾ അല്ല ക്യാമറ പറയുമ്പോൾ എൻ്റെ ഓർമ്മ ഇരിപ്പുണ്ട്, മറ്റേ ഇത് അതിൻ്റെ പേരെന്തോ ഇല്ല, ആക്ഷൻ ക്യാമറ ഉണ്ടല്ലോ, DJIയുടെ അല്ല, വേറെ ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതങ്ങനെ അങ്ങോട്ട് കേൾക്കാനില്ല. പേര് മറന്നുപോയല്ലോ.
ഇപ്പോൾ ആ സാധനം ഇല്ല. മുമ്പ് ഭയങ്കര ഫേമസ് ആയിരുന്നു. അയ്യോ അത് ഏതടാ അത്? എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാനതിപ്പോൾ എടുക്കുന്നില്ല. അത് അവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ കഴിഞ്ഞ തവണ ദുബായിൽ വന്ന സമയത്ത് മേടിച്ചതാണ്. ഇത്തവണ വന്നപ്പോൾ ഇത് മേടിച്ചു, കഴിഞ്ഞ തവണ വന്നപ്പോൾ അത് മേടിച്ചു. അപ്പോൾ ഷിയേഴ്സ്. അതിൻ്റെ പേര് ഞാനിപ്പോൾ പറയാം. DJIക്ക് കൂടെ നിന്ന് അയ്യോ ഹീറോ, എന്ത് ഹീറോ 11 അങ്ങനെ പറയുന്നൊരു സാധനം ഏതോ പറയണം, ഞാൻ മറന്നു. അപ്പോൾ ഈ DJI കൊണ്ടുപോയടേ. കാരണം DJI ഫോക്കസൊക്കെ ഉള്ള ആക്ഷൻ ക്യാമറ കൊണ്ടുപോകുന്നു. അവന്മാരുടെ കയ്യിലെന്ന് വെച്ചാൽ ഇത് ഫോക്കസ് എന്നുള്ള ക്യാമറയൊന്നുമില്ല, ആ ടെക്നോളജി ഒന്നും അവരുടെ ഇല്ലെന്ന് തോന്നുന്നേ. എന്തായാലും DJI അവന്മാർ ഈ ആക്ഷൻ ക്യാമറയിൽ പോലും ഫോക്കസ് കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പം മറ്റവന്മാർക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല ഇപ്പം DJIയുടെ കൂടെ. DJI പൊളി സാധനം കേട്ടോ, ഒരു രക്ഷയില്ല. അവരുടെയാണിത്, ഓസ്മോ പോക്കറ്റ് 3 ആണിത്. ഇപ്പോൾ 4 ഇറങ്ങി, പക്ഷേ 4ൽ അത്ര കണ്ട് വലിയ സെറ്റപ്പൊന്നും അയ്യേ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ജുലൈമാനി അവിടെ വീണ്. അപ്പോൾ ഈ ഓസ്മോ പോക്കറ്റ് 4 ഇപ്പോൾ ഇറങ്ങി. അതിനകത്ത് പക്ഷേ ഇതിൽ നിന്നും അങ്ങ് ഭയങ്കര ഇതായിട്ടുള്ള എന്തോ ഉണ്ടോ എനിക്കറിയത്തില്ല. എനിവേ വീണ്ടും ഒരു ചിയേഴ്സ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നാട്ടിൽ പോകുമ്പോൾ നമ്മളൊരു കാശ്മീർ യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഐ തിങ്ക് അത് എല്ലാം നടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നടക്കായികയൊന്നുമില്ല. അതെങ്ങനെയാണ് അത്? ഈ പാക്കേജ് എടുത്ത് പോകണോ അതോ നമ്മളായിട്ട് പോകണോ? നമ്മളായിട്ട് പോയാൽ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ എത്തിപ്പറ്റാൻ ചിലപ്പോൾ കുറച്ച് സമയങ്ങളെടുക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയത്തില്ലല്ലോ ഈ കറക്റ്റ് ടൂറിസ്റ്റ് പ്ലേസുകൾ എവിടെ, ലൊക്കേഷൻ എവിടെ ആണെന്ന് നമുക്കറിയത്തില്ല. നമ്മളായിട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ കണ്ടെത്തി എത്താനായിട്ട് ചിലപ്പോൾ സമയമെടുക്കും. പാക്കേജ് എടുത്ത് പോയാൽ അവർക്ക് ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് കറക്റ്റ് ആ ടൈം ബാലൻസ് ചെയ്ത് അവർ നമ്മളെ ആ സ്ഥലങ്ങളിൽ കൊണ്ട് എത്തിക്കുമല്ലോ. ഒന്നത് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോവാം. എനിക്കതാ ഇഷ്ടം. ഒറ്റയ്ക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ആരോടെയും ചോദിക്കണ്ട, നമുക്ക് ഇഷ്ടമുള്ളവരെല്ലാം പോയി കണ്ട് പോവാം. ഇതിപ്പോൾ ഫാമിലി ആയിട്ട് പോകുന്നതുകൊണ്ട് ഐ തിങ്ക് അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫാമിലി ആയിട്ട് പോകാനായതുകൊണ്ട് അവരെല്ലാവരെയും കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ പാക്കേജ് തന്നെ എടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നിട്ട് അവിടെയൊക്കെ പോയി ഒന്ന് കണ്ട് എല്ലാ സ്ഥലങ്ങളുമൊക്കെ കണ്ടിട്ടേക്ക് പോരാം. പിന്നെ ഞാനും പോവും കേട്ടോ, ഞാനായിട്ട് പോവും. ഞാൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ, കൂടെ വരാൻ നല്ല മനസ്സുള്ള ഒരാളാണെങ്കിൽ ആ ഒരാളുമായിട്ട് പോവും. സന്തോഷം. നമുക്കൊരു ഇപ്പോൾ ഈ ലൈഫ് പാർട്ട്ണറൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് അവരുമായിട്ടൊക്കെ പോവാം. ഭാര്യയും ഭർത്താവുമായിട്ടൊക്കെ അങ്ങനെ പോവുക. അല്ലെങ്കിൽ കാമുകി അങ്ങനെ അത്രയും കാലമൊന്നും മാറി നിന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ പോവുക, അതൊക്കെ പോയി എൻജോയ് ചെയ്യുക, സ്ഥലങ്ങൾ കാണുക, നല്ലതാണ്. ആരും ഇല്ലാത്തവർ ഒറ്റയ്ക്ക് പോവുക, ഒറ്റയ്ക്ക് പോയി സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക, അത്രയൊക്കെ തന്നെ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനെ 3G നല്ല കേട്ടോ. ഇത് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ? ഇതങ്ങോട്ട് കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോവും. ഒരു സിനിമ ഞാൻ ജസ്റ്റ് ഏതോ ഒരു സിനിമേൻ്റെ ഞാൻ പകുതി വരെ കണ്ട, അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഏതാണോ അത് സിനിമ പേര് പോലും ഞാൻ ഓർക്കുന്നില്ല. ഏതോ വേറൊരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് കണ്ടു നോക്കാം. അതാരുടെ എന്നറിയാം, നിവിൻ പോളിയുടെ ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു സിനിമ ഒന്ന് കണ്ട് ഞാൻ നമ്മുടെ കിട്ടി കാണാൻ, ഡൗൺലോഡ് ചെയ്തായിരുന്നു. അതൊന്നിരുന്ന് കാണണം എന്ന് തോന്നുന്നു. നിവിൻ പോളിയുടെ പടം ഞാൻ അത്യാവശ്യം ഇരുന്ന് കാണും. കാര്യം വേറെ ഒന്നുമല്ല, ഭയങ്കര അങ്ങ് ബോറൊന്നുമല്ല പുള്ളി. പാട്രിയോട്ടൊന്നും പറഞ്ഞുകൊണ്ടൊരു പടം ഇപ്പോൾ ഇറക്കി, എൻ്റെ പൊന്നടാ പോയി. അതിൻ്റെ അഭിപ്രായം കേട്ടിട്ട് തിയേറ്റർ പോലും കാണാൻ തോന്നുന്നില്ല. അത് വേറൊരാളുടെ അഭിപ്രായം കേട്ടിട്ട് നമ്മൾ പോകാൻ പാടില്ല എന്ന് പറയും. ഇപ്പോൾ റിവ്യൂ പറയുന്ന ആൾക്കാർ പറഞ്ഞാൽ ഓക്കെ, അത് അവരുടെ സ്ഥിരം ഇടപാടാണ്, അവർ പറയുന്നത്, അത് അവരുടെ മാത്രം അഭിപ്രായമാണ്. ഇത് ലോകം മൊത്തമുള്ള മനുഷ്യൻ ഇന്ന് വരെ റിവ്യൂ പറയാത്തവൻ പോലും റിവ്യൂ പറഞ്ഞു കളഞ്ഞു പാട്രിയോട്ടിന്. അത്രയും വൃത്തിയായിട്ടൊരു പടമായിപ്പോയത്. എന്തിനാ ഈ പടം എടുത്തതെന്നൊക്കെ ചോദിച്ചു കളയുന്നത്. സോ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനേ പോകുന്നില്ല. പിന്നെ അതിനകത്ത് ഇപ്പോൾ ഈ മോഹൻലാലിനെയൊക്കെ എന്തിനാ അതിൽ തിരികെ കയറ്റിയെന്ന് അറിയത്തില്ല. ചിലപ്പം അയാളുടെ ഒരു ഇതുണ്ടല്ലോ, പുള്ളിയുടെ ഒരു സംഗതിയുണ്ട്, കളക്ഷൻ.
അത് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആ സൈഡിൽ കൂടെ അടിച്ച് കയറ്റിയതൊക്കെ എന്നാ തോന്നുന്നു. പക്ഷേ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രതീക്ഷയില്ല എന്ന്. അത് വേറെ കാര്യം. അങ്ങനെ ഒരാൾക്ക് ഇപ്പം ഭയങ്കര ഹ്യൂജ് മാസ് കളക്ഷൻ കിട്ടുന്ന ഒരാളുടെ ഫേസ് അതിൽ വന്നു എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിനകത്ത് അതിൻ്റെതായ റോളില്ലാതുണ്ടെങ്കിൽ ആ കാര്യമൊന്നുമില്ല. പടത്തിൽ വെറുതെ ഒരാളെ കൊണ്ടുവന്ന ആൾ കയറും. പടമായിരിക്കണം. പിന്നെ പടമായിട്ട് കാണാൻ നമുക്കറിയത്തുമില്ല. അത് വേറെ കാര്യം. നമ്മളിതിനെയൊക്കെ ജീവിതമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തി കളയും. അങ്ങനെയുണ്ട്. നമുക്ക് ഭയങ്കര വിവരമല്ലേ നമുക്ക്. അതുകൊണ്ട് പടമായിട്ട് കാണാൻ നമുക്കറിയത്തില്ല. ഈയിടെ ഞാൻ ഇവിടെ സ്വിഫ്റ്റ് കണ്ട് കേട്ടോ. നാട്ടിലെ സ്വിഫ്റ്റ് ഇല്ലയോ, അതിവിടെ ഉണ്ട്. ഇവിടെ ഇപ്പം ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഒരെണ്ണം കിടക്കുന്നു. അങ്ങനെ അത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ലുക്കെന്ന് വെച്ചാൽ അന്യായ ലുക്ക്. കണ്ടിട്ട് ഒരു രക്ഷയില്ല, കാണാൻ ഭയങ്കര ഭംഗി. സ്വിഫ്റ്റ് റെഡ് കളറാണ് കണ്ടത്. ഒരു രക്ഷയില്ല കേട്ടോ. റെഡ് കളറ് ഭയങ്കര രസമുണ്ടായിരുന്നേ. അതിൻ്റെ ഹാൻഡിൽ, അതിൻ്റെ ഡോർ ഹാൻഡിലും അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് സാധനം കാണാൻ. അത് നമ്മുടെ നാട്ടിൽ ഈ ബാക്ക് ഡോറിൻ്റെ ഹാൻഡിൽ മുകളിലും അല്ലയോ ഇരിക്കുന്നത്, മറ്റേ മിനി കൂപ്പറിനൊക്കെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പഴയ ഷെവർലെ ബീറ്റിൻ്റെയൊക്കെ പോലത്തെ ഡോറാണ് ബാക്ക് ഡോർ. ഇവിടെ അങ്ങനെയല്ല, സാധാ ഡോറാണ്. അതായത് സാധാ ഡോർ ഹാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഈ നാട്ടിൽ നമുക്ക് ഫ്രണ്ട് ഡോറിൻ്റെ ഹാൻഡിലുണ്ടല്ലോ അതേപോലെ തന്നെ കാണാൻ ഭയങ്കര രസമുണ്ട്. ഇവിടെ വേറൊരു ഡിസൈൻ കേട്ടോ. നാട്ടിലേനേക്കാളും ഒരു ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയോ അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ വിലയൊന്ന് കയറി നോക്കിയേ. അപ്പോൾ നാട്ടിൽ ഞാൻ നോക്കിയപ്പോൾ 10 ലക്ഷം രൂപ ഉണ്ട് ZXi. അതായത് ടോപ്പ് എൻഡിൻ്റെ തൊട്ട് ബാക്കി നിൽക്കുന്നതിന് 10,11,000. ഏറ്റവും ടോപ്പ് എൻഡിന് എനിക്ക് തോന്നുന്നു 10.5 അങ്ങനെ കണ്ട 10-11 അടുപ്പിച്ചാണ്ട് വരും. എല്ലാം വിലയുണ്ട്. പേടിയെന്ന് വെച്ചാൽ ഇതിനൊരു സേഫ്റ്റി ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ വിഷയം. വല്ല തേങ്ങ വന്ന് വീണാലും സംഗതി അണിങ്ങി പുണിങ്ങി അകത്ത് വരും. നമ്മൾ വരപ്പം മയ്യത്താണ്. അത്രയൊക്കെ ഉള്ളു അതിൻ്റെ ആരോഗ്യസ്ഥിതി. പിന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട പിന്നെ ഇതിൻ്റെ മൈലേജ് 3 സിലിണ്ടറാണ്. അപ്പോൾ മൈലേജ് കൂടുതലുണ്ട്. 25 അടുപ്പിച്ച് മൈലേജ്. ഒരു 20 എങ്ങനെ ഇട്ട് ഓടിച്ചാലും 20 എന്തായാലും അതിൽ കിട്ടും, ഉറപ്പാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട് അതിന്. അതൊക്കെ നോക്കുമ്പോൾ പിന്നെ വലിയ പണിയും റിപ്പയറും ഒന്നും വരത്തില്ലെന്നാണ് പറയപ്പെടുന്നത്. പണ്ടേ ഉള്ള പേരാണല്ലോ അവർക്ക്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അതൊരെണ്ണം എടുത്താൽ ഈ പറയുന്ന 20-25 മൈലേജ് കിട്ടുമെങ്കിൽ എനിക്ക് തോന്നുന്നു എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഈ ബൈക്കിൽ 25 കിലോമീറ്റർ മൈലേജുള്ള ബൈക്കിൽ പോകുന്നതിനേക്കാളും നല്ലതല്ലയോ അത് എന്ന് തോന്നുന്നു. പക്ഷേ അതിന് ബൈക്കിനേക്കാളും എക്സ്പെൻസ് വരും ഇതിന്, അത് വേറെ കാര്യം. അത് 6 വണ്ടി എടുക്കാൻ 11 ലക്ഷം രൂപയാണോ? നമ്മൾ 11 ലക്ഷം രൂപ ഉണ്ടാക്കണമെങ്കിൽ മിനിമം ഞാനൊരു 1.5 വർഷം ഇവിടെ പണിയെടുക്കണം. ഈ 1.5 വർഷത്തെ പൈസയാണ് അവിടെ കളയണോ? ഇനി അങ്ങോട്ട് ഈ ഒരു റേഞ്ചിലായിരിക്കും പോകുന്നത്. 1.5-2 വർഷം കൊണ്ടൊക്കെ നമുക്കൊരു 10-12-15 ലക്ഷം രൂപ ആ റേഞ്ചൊക്കെ ചിലപ്പോൾ സമ്പാദിക്കാം, അല്ലെങ്കിൽ സുരുക്കൂട്ടാൻ പറ്റും എന്ന് കരുതുന്നു. പിന്നെന്താ, അപ്പോൾ അങ്ങനെ പോകുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാനും കരുതുന്നതും കേട്ടോ. ഈ ഒരു പറയുന്ന കണക്കൊരു 2 വർഷം കൊണ്ടൊരു 15 ലക്ഷം രൂപ നമുക്ക് സമ്പാദിച്ച് ഏണിങ്സായിട്ട് അല്ലെങ്കിൽ സമ്പാദ്യമായിട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ അതൊരു 4 കൊല്ലം നിന്നാൽ 10-30 ലക്ഷം രൂപയായി. അത്യാവശ്യം ഒരു നല്ല വീട്, അത്യാവശ്യം ഒരു നല്ല വീടും സ്ഥലവും എല്ലാം കൂടെയൊക്കെ വെക്കത്തക്ക രീതിയിൽ. പക്ഷേ ഈ 4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഈ പറയുന്ന കണക്കല്ല എമൗണ്ട് കൂടുതലാവുമായിരിക്കാം. അങ്ങനെയൊക്കെ അത് എല്ലാം കൂടെയൊക്കെ സുരുക്കൂട്ടിയും സൂക്ഷിച്ചൊക്കെ വെച്ചിട്ട് വേണം എല്ലാം ചെയ്യാൻ. എന്തെങ്കിലും ലോൺ എടുക്കുന്ന സംവിധാനം ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെ ചിന്തയേ ഇല്ല. അതിപ്പോൾ കാറ് മേടിച്ചാലും വീട് മേടിച്ചാലും, ഇനി വീട് മേടിച്ചില്ലെങ്കിലും കാറാണ് മേടിക്കുന്നെങ്കിലും, അല്ലെങ്കിൽ കാറ് മേടിച്ചില്ലെങ്കിലും വീടാണ് മേടിക്കുന്നതെങ്കിലും ഞാൻ ലോൺ എടുക്കില്ല. സാധനം ലോൺ എടുക്കാതെ, അതായത് എന്ന് വെച്ചാൽ ലോണ് എടുക്കാം. എങ്ങനെയാണ്, ഞാനൊരു FD ഇട്ട് 10 ലക്ഷം രൂപ FD ഇട്ടിട്ടുണ്ട്. അതിൽ നിന്ന് എൻ്റെ ആ FD കാണിച്ച് ഞാനൊരു ബൈക്ക് എടുക്കുന്നു. അപ്പോൾ ഒരു 3 ലക്ഷം രൂപയുടെ ബൈക്ക് എടുക്കുന്നു. അപ്പോൾ എൻ്റെ FDയുടെ എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് എടുത്ത് എനിക്ക് ഈ ബൈക്കിൻ്റെ അടയ്ക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ചിലപ്പോൾ ഞാൻ എടുക്കും. അങ്ങനെ ചിലപ്പോൾ എടുക്കും. അല്ലാതെ ഫുൾ ലോണ് ഇട്ട് 1 രൂപ നമുക്ക് ഈ ലോണിന് കാശടയ്ക്കേണ്ടത് ഞാൻ സമ്പാദിക്കുന്ന കാശിൽ നിന്ന് തന്നെ ലോണിൻ്റെ കാശടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അടയ്ക്കത്തില്ല. ഞാൻ ലോണും എടുക്കത്തില്ല. ആ ലോൺ എടുപ്പ് ഞാൻ നിർത്തി. അതുകൊണ്ട് വീട് വെക്കുന്നെങ്കിൽ ഒന്നുകിൽ ആ ഒരു എമൗണ്ട് മൊത്തം ആക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ കിട്ടുന്ന എമൗണ്ട് അനുസരിച്ച് ഒരു ചെറിയ വസ്തു മേടിച്ചിടും ആദ്യം. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ചൊരു അടിസ്ഥാനം കെട്ടിയിടും. അവിടെ നിന്ന് സ്ട്രോങ് ആവട്ടെ അടിസ്ഥാനമൊക്കെ, 1 വർഷമൊക്കെ അവിടെ കിടക്കട്ടെ.
ഇനി ബാക്കിയുള്ള അനുസരിച്ച് കെട്ടി ഒരു ചെറിയൊരു വീട് സംവിധാനം കെട്ടിക്കൂട്ടുന്നു, നമ്മൾ അങ്ങോട്ട് മാറുന്നു, അത്രേ ഉള്ളൂ. അത് 2-3 വർഷം എടുത്താലും പ്രശ്നമൊന്നുമില്ല, 3-4 വർഷം എടുത്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബാധ്യതയൊന്നും ഇല്ലെങ്കിൽ സമാധാനമായിട്ട് അതിനകത്ത് കയറി കിടന്ന് ഉറങ്ങാം. കഞ്ഞി കുടിക്കാനുള്ള എന്തെങ്കിലും കൂലിപ്പണിക്ക് പോയാലും നമുക്ക് ജീവിക്കാം, ബാധ്യതയില്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതേ ഉള്ളൂ. 4 കൊല്ലം ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1 രൂപ ബാധ്യതയില്ലാതൊരു വീട് വെക്കാൻ പറ്റും എങ്കിൽ ഞാൻ എന്തിനാണ് ലോൺ എടുക്കുന്നത്? എന്തിനാ 4 കൊല്ലം ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ ചെയ്തോളാം. അന്നൊക്കെ ഉള്ള രീതിയിൽ പരുവത്തിന് നമ്മൾ ചെയ്താൽ മതി. നമ്മുടെ പൈസയ്ക്കനുസരിച്ചുള്ളത് ചെയ്താൽ മതി. ഏത് ഇന്നിപ്പോൾ കയറി ഞാൻ 4 കൊല്ലം കഴിഞ്ഞ് അടച്ചു തീർക്കാം, അല്ല 4 കൊല്ലം കൊണ്ട് ഒരിക്കലും ലോൺ അടച്ചു തീർക്കാൻ പറ്റില്ല. മിനിമം ഒരു 10, 11 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 15 വർഷമൊക്കെ ആയിരിക്കും ലോണിൻ്റെ അടവ്. ഞാൻ എടുക്കുന്നത് 30 ലക്ഷം രൂപ എടുക്കുന്നതെങ്കിൽ ഞാൻ തിരിച്ച് 60 അല്ലെങ്കിൽ 100 ഒക്കെ അടയ്ക്ക് 60, 50, 60 ലക്ഷം രൂപയൊക്കെ തിരിച്ചടയ്ക്കേണ്ടിയും വരും. ഇതിപ്പോൾ എനിക്ക് ഈ എടുക്കുന്ന പൈസ 30 ലക്ഷം രൂപയുടെ വീടാണ് എടുക്കുന്നതെങ്കിൽ ആ 30 ലക്ഷം രൂപ എനിക്ക് ചിലവുള്ളൂ. ഇനി അഥവാ കൂടുതലായാലും ഈ 60ൻ്റെ അത്ര ആവത്തില്ലല്ലോ, അല്ലയോ? അങ്ങനെ ഞാൻ കരുതുന്നു. അതൊക്കെ ശരിയാണോയെന്ന് ഞാൻ നിങ്ങളെല്ലാവരും അത് ചെയ്യണമെന്നോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാനിനി അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതാണ്. ലോൺ എടുത്തിട്ടുള്ളൊരു സംഭവം ഇനി നമുക്ക് വേണ്ട. ഇതൊരു മുട്ടുപിന്നാണേലും അത് മേടിക്കുന്നില്ല, ലോൺ എടുത്ത് മേടിക്കില്ല. എനിക്കിപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന ഇത് കൊടുത്താൽ അങ്ങ് ലക്ഷം ഒത്തിരി കിട്ടുമെന്നല്ല, എന്നാലും ഇത് വിറ്റിട്ട് നമുക്കതിനകത്തൊരു ആവശ്യമുണ്ട്, ഇത് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വിൽക്കും. ഇത് നമുക്ക് പിന്നെയും മേടിക്കാം, വിഷയമല്ല. ഇതിങ്ങനെ വെച്ചിരുന്ന എൻ്റെ തലമുറ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി മേടിച്ചതൊന്നുമല്ല. എനിക്കൊരാവശ്യം വരുമ്പോൾ അത് വിറ്റ് അത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ തന്നെ ഇതെടുത്തത്. ഇതിങ്ങനെ ഇടണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല. ഇതൊരു പൈസ ആയിട്ടിരിക്കുമല്ലോ എന്ന് കരുതി ഞാൻ ഇത് ചെയ്യത്തില്ലായിരുന്നു കേട്ടോ. ഇത് പെട്ടെന്നൊരിതിൽ അങ്ങ് എടുത്തും പോയി. ആക്ച്വലി പൈസ ആയിട്ട് തന്നെ വെക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. അത് നഷ്ടമാണോ എന്ന് അറിയത്തില്ല, ബട്ട് എനിക്കതാണ് ഇഷ്ടം. ഇനി ഇതിന് വിലയൊക്കെ കൂടുമെന്ന് പറയുന്നു. ഇനി കൂടുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ വില നിന്ന സമയത്താണ് ഇതെടുത്തത്. ഇനി ഇതിനൊക്കെ കൂടുമോ അറിയാൻ വയ്യ. എന്തായാലും നോക്കാം. ഞാൻ വീട് സ്ഥലവും വസ്തുവും ഒക്കെ മേടിക്കുന്ന സമയത്ത് അന്നേരം ഇതിന് വില കൂടി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം തന്നെ. അപ്പോൾ അത് അങ്ങോട്ട് കൊടുത്തും കൊണ്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കുക, ഉപകരിക്കുമല്ലോ. 2 ലക്ഷം രൂപയ്ക്ക് മേളിൽ കിട്ടുന്ന ഐറ്റമല്ലേ, അല്ല പക്ഷേ ഐറ്റം സാധനമല്ലേ. അപ്പോൾ അത് ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയാൽ അത് പ്രയോജനം ചെയ്യുമല്ലോ. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കരുതുന്നത്. ഇതൊക്കെ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയാൻ തോന്നിയതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ചായ ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ടൊരു സിനിമയുണ്ട്, അത് കാണണം. അതാണ് അൾട്ടിമേറ്റ് ഇപ്പോഴത്തെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ. ബൈ.